നമസ്കാരം. ആരോഗ്യരംഗത്ത് നമ്മുടെ സംസ്ഥാനം ഒന്നാമതെന്ന് വീമ്പിളക്കാൻ പറ്റുന്നത് ഇതര സംസ്ഥാനങ്ങളിൽ മിക്കതിൻ്റെയും സ്ഥിതി പരിതാപകരമായതുകൊണ്ടാണെന്ന് നമ്മൾ തിരിച്ചറിയണം. എന്നാൽ ഇപ്പോൾ കേരളത്തിൽ മരുന്നില്ല, ഡോക്ടർമാരില്ല, ശസ്ത്രക്രിയാ ഉപകരണങ്ങളില്ല, ശുചിത്വമില്ല, ശസ്ത്രക്രിയകൾ നീട്ടിവെക്കുന്നു, ഗുരുതരമായ ചികിത്സാ പിഴവുകൾ ആവർത്തിക്കുന്നു. കൈക്കൂലി, അഴിമതി, പിൻവാതിൽ നിയമനങ്ങൾ തുടങ്ങിയവ ആരോപണങ്ങൾ മാത്രമാണോ? പല വാർത്തകളിലും കുറെ ശരികളുണ്ട്. താരതമ്യം കൊണ്ട് ഒന്നാമതാകാം എന്നു കരുതി മികച്ചതാകണമെന്നില്ല. അതുകൊണ്ട് വാഴ്ത്തുപാട്ടുകൾ കൊണ്ട് സിസ്റ്റത്തിന്റെ ഓട്ടയടയ്ക്കാനാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ന്യൂസ് ടൈം തുടങ്ങാം. അതിനു മുൻപ് ന്യൂസ് ടൈമിലെ പ്രധാന വാർത്തകൾ. പൊള്ളുന്ന ചൂടിന് ആശ്വാസമായി ഇന്നലെ രാത്രിയിൽ ഇടിയോടുകൂടിയുള്ള വേനൽ മഴയെത്തി. മഴയിൽ നാശനഷ്ടങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. സുമേധ ക്യൂസ് ഫെസ്റ്റിവലിന്റെ പഞ്ചായത്ത് തല മത്സരങ്ങൾ നടന്നു. കയ്പമംഗലം നിയോജക മണ്ഡലത്തിലെ 100ഓളം വരുന്ന വിദ്യാലയങ്ങളിൽ നിന്നും വിജയിച്ച വിദ്യാർത്ഥികൾ പങ്കെടുത്തു. ആരോഗ്യമേഖലയെ വെന്റിലേറ്ററിലാക്കിയ വീണ ജോർജ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ്. വെള്ളാങ്ങല്ലൂർ യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ കോണത്തുകുന്ന് സെന്ററിൽ പ്രതിഷേധ പ്രകടനം നടത്തി. വിശദമായ വാർത്തകളിലേക്ക് പോകാം. പൊള്ളുന്ന ചൂടിന് ആശ്വാസമായി ഇന്നലെ രാത്രിയിൽ വേനൽ മഴയെത്തി. ഇടിയോടുകൂടിയുള്ള മഴയാണ് അനുഭവപ്പെട്ടത്. മഴയിൽ നാശനഷ്ടങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. മാള കോട്ടവാതിൽ കൂനമ്പറമ്പ് ദേശത്ത് മൊതയിൽ ലീലയുടെ വീടിന് മുകളിൽ കാറ്റിലും മഴയിലും തെങ്ങ് കടപുഴകി വീണ് വീടിന്റെ മേൽക്കൂര തകർന്നു. ആളപായമില്ല. അന്നമനടയിൽ കനത്ത മഴയിൽ വീട് ഭാഗികമായി തകർന്നു വീണു. വെണ്ണൂർ തോട്ടേക്കാട്ടിൽ വാസുവിന്റെ വീടിന്റെ മുൻഭാഗമാണ് തകർന്നു വീണത്. അപകടത്തിൽ വീട്ടുമുറ്റത്തിട്ടിരുന്ന വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. 35 വർഷത്തോളമായി വരെ പടവെട്ടിയാണ്. ഇന്നലെ രാത്രി കാറ്റത്താണ് പെട്ടെന്ന് ഇടി വെട്ടിയത് സമയത്ത് ഇവിടെ എന്താ ശബ്ദം കേട്ട് ഞങ്ങൾ നോക്കിയപ്പോൾ ഇതാകെ ഇടിഞ്ഞ് വീഴും. ഇടി കാറ്റും ഇട്ടിട്ടാണ് വീഴുന്നത്. വീടിൻ്റെ അകത്ത് ആകെ വരവിള്ളലും പൊട്ടിയാകെ ഇതായിട്ടിരിക്കുകയാണ്. അടുക്കളയിലാണെങ്കിൽ ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ചിമ്മിനി ആകെ തകർന്ന് വെള്ളം അകത്ത് വീഴുകൊണ്ടിരിക്കുകയാണ്. പ്രശ്നം കൊണ്ട് ഞങ്ങൾ കാണിച്ച ഒരു ഫോട്ടോ എടുത്ത് പോയതാണ്. വേറെ ഒന്നും ഉണ്ടായിട്ടില്ല. സുമേധ ക്യൂസ് ഫെസ്റ്റിവലിന്റെ 5ാമത് എഡിഷൻ പഞ്ചായത്ത് തല മത്സരങ്ങൾ നടന്നു. കയ്പമംഗലം നിയോജക മണ്ഡലത്തിലെ ഉന്നത വിദ്യാഭ്യാസ പദ്ധതിയായ സുമേധയുടെയും കൈറ്റ്സ് ഇന്ത്യയുടെയും ആഭിമുഖ്യത്തിൽ നടക്കുന്ന ക്യൂസ് ഫെസ്റ്റിവലിൽ മണ്ഡലത്തിലെ 100ഓളം വരുന്ന വിദ്യാലയങ്ങളിൽ നിന്നും വിജയിച്ച വിദ്യാർത്ഥികളാണ് പങ്കെടുത്തത്. എടത്തിരുത്തി, കയ്പമംഗലം, മതിലകം, പെരിഞ്ഞനം പഞ്ചായത്ത് തല ക്യൂസ് മത്സരങ്ങൾ പെരിഞ്ഞനം ഗവൺമെന്റ് UP സ്കൂളിലും, ശ്രീനാരായണപുരം, എറിയാട്, എടവിലങ്ങ് പഞ്ചായത്ത് തല മത്സരങ്ങൾ ശാന്തിപുരം സ്കൂളിലും വെച്ച് നടന്നു. ET ടൈസൺ MLA പഞ്ചായത്ത് തല ക്യൂസ് മത്സരങ്ങൾ ഉദ്ഘാടനം ചെയ്തു. LP, UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി പ്ലസ് രക്ഷകർത്താക്കൾ പ്ലസ് അധ്യാപകർ ഓൺ ദ സ്പോട്ട്, അങ്ങനെ 7ഓ 8ഓ വേദികളായി ഒരേ സമയം നടക്കുകയുണ്ട്. അപ്പോൾ നിങ്ങൾക്കും രക്ഷാകർത്താക്കൾക്കും ചാൻസ് ഉണ്ട്. പഠിച്ചോട്ടോ, തുടങ്ങിക്കോ കേട്ടോ. അവർക്കും നന്നായി ഈ പരിപാടിയിൽ പങ്കെടുക്കാനുള്ള ഒരു വേദി ഞങ്ങൾ ഒരുക്കുകയാണ്. എന്തിനു വേണ്ടിയാണ് ഇക്കാര്യം ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഒറ്റ ഉത്തരവേ ഉള്ളൂ. നമ്മുടെ കുട്ടികൾക്ക് പൊതുവിജ്ഞാനം വർദ്ധിപ്പിക്കണം. ആ വർദ്ധിപ്പിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? പതുക്കെ മത്സര പരീക്ഷകളും അതുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ അവരറിയാതെ പഠിക്കും. അല്ലാണ്ട് പുസ്തകം പഠിച്ചോ പറഞ്ഞാൽ ചിലപ്പോൾ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടൊരു മത്സരം പതുക്കെ ഉണ്ടാക്കി കുട്ടികൾക്ക് ആരോഗ്യകരമായ മത്സരം എന്ന് പറയും, അതാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ആ അർത്ഥത്തിൽ വിജയിക്കൽ മാത്രമല്ല, പങ്കെടുത്ത കുട്ടികളും വളരെ പ്രധാനപ്പെട്ടവരാണ്. പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK രാജു, അക്ഷര കൈരളി കയ്പമംഗലം മണ്ഡലം കോർഡിനേറ്റർ TS സജീവൻ, സുമേധ ക്യൂസ് ഫെസ്റ്റിവൽ കോർഡിനേറ്ററും കൈറ്റ്സ് ഇന്ത്യ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുമായ അജ്മൽ ചക്രപ്പാടം എന്നിവർ സംസാരിച്ചു. കെട്ടിട നിർമ്മാണ തൊഴിലാളി യൂണിയൻ AITUC മാള മണ്ഡലം കൺവെൻഷൻ അഷ്ടമിച്ചിറ സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ വെച്ച് നടന്നു. KV മനോജ് അധ്യക്ഷത വഹിച്ച കൺവെൻഷൻ VR സുനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. 90% വരുന്ന ആളുകൾക്ക് അതിന് വിധേയമാക്കപ്പെടുകയും 10% വരുന്ന മുതലാളിത്തവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് 10% വരുന്ന മുതലാളിമാരെ ഈ സമ്പാദ്യങ്ങൾ കൈയടക്കി വയ്ക്കുന്ന രീതിയിലേക്ക് വരുന്നു എന്നുള്ളതാണ് നമ്മൾ അഭിമുഖീകരിക്കാൻ പോകുന്ന വിഷയം. മുതലാളിത്തവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് തന്നെ ഇന്ത്യ രാജ്യത്ത് എല്ലാ മേഖലകളിലും ഇന്ന് വിറ്റഴിക്കപ്പെടുന്നു എന്നുള്ളതാണ്. നമ്മുടേതായിട്ട് എന്ന് പറയാൻ നമുക്കൊന്നും തന്നെ ഇല്ലാത്ത സാഹചര്യത്തിലേക്ക് വരുന്നു. പൊതുമേഖലാ സ്ഥാപനങ്ങൾ എല്ലാം ഇന്ന് വിറ്റഴിക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ്. നമ്മുടേതെന്ന് പറയാവുന്ന ഒന്നും തന്നെ പെട്രോളിയം ഇല്ല, ഗ്യാസ് ഇല്ല,
ഡീസൽ വ്യവസായങ്ങളില്ല, ഇൻഷുറൻസ് മേഖലയില്ല, കുടിവെള്ളമില്ല, ഇലക്ട്രിസിറ്റി ഇല്ല. എന്ത് ആണ് നമ്മുടെ എന്ന് ചോദിച്ചാൽ ഒന്നും തന്നെ നമ്മുടേതാണ് എന്ന് പറയാം. ബാങ്കിങ് മേഖലയില്ല. ഇതെല്ലാം ഇന്ന് പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം വിറ്റഴിക്കപ്പെടുകയോ വർദ്ധിക്കപ്പെടുകയോ ചെയ്യപ്പെടുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. CPI സംസ്ഥാന കൗൺസിൽ അംഗം KV വസന്തകുമാർ, യൂണിയൻ ജില്ലാ സെക്രട്ടറി P ശ്രീകുമാർ, MR അപ്പുക്കുട്ടൻ, VM വത്സൻ, MK ബാബു, ബൈജു മണന്തറ, PK വിശ്വംഭരൻ, KV സുജിത് ലാൽ, SK സുരേന്ദ്രൻ, ബിന്ദു ഉണ്ണികൃഷ്ണൻ, AK സാമു, സുഖിത് രവി തുടങ്ങിയവർ സംസാരിച്ചു. കേരള സർക്കാർ ആയുഷ് വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ആയുർവേദവും ഹോമിയോപ്പതി ഡിസ്പെൻസറികളും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ആരോഗ്യ പ്രചാരണ പരിപാടിയായ ആരോഗ്യം ആനന്ദം വൈഫ് ഫോർ വെൽനസ് പരിപാടിയോടെ കൊടുങ്ങല്ലൂർ മണ്ഡലം തല ഉദ്ഘാടനം നടന്നു. പുല്ലൂറ്റ് നടന്ന പരിപാടി VR സുനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. തീർച്ചയായിട്ടും വിവിധ മാർഗങ്ങളിലൂടെ പറയുന്നത് ഈറ്റുവെൽ, ആക്റ്റുവെൽ, സ്ലീപ്പുവെൽ, കെയറുവെൽ 4 കാര്യങ്ങളോട് കൂടി തന്നെയെല്ലാം നമുക്ക് കഴിയുമെന്നുള്ള ആത്മവിശ്വാസമാണ് ഉണ്ടാകുന്നത്. നമ്മുടേതായിട്ടുള്ള പ്രവർത്തനങ്ങൾ തീർച്ചയായിട്ടും വ്യക്തി ശുചിത്വവും പാരിസ്ഥിതികമായിട്ടുള്ള ശുചിത്വവും എല്ലാം ആയാൽ മാത്രമേ നമുക്ക് ഇതെല്ലാം പ്രതിരോധിക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് അറിയുന്നത്. ശുചിത്വം എന്നുള്ള സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ മാറ്റിയെടുക്കുന്നത് പലപ്പോഴും അത് തന്നെയാണ്. വിവിധങ്ങളായിട്ടുള്ള പുരുഷകൾ നമ്മൾ മാലിന്യത്തിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മൾ ഒഴുകിയിരിക്കുന്നത്. വായു മലിനീകരണം നമ്മുടെ മുന്നിലൂടെ കടന്നു പോകും. പാരിസ്ഥിതികമായിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മുടെ മുന്നിലൂടെ കടന്നു പോകും. നമ്മൾ തന്നെ പലപ്പോഴും ഉത്പാദിപ്പിക്കുന്ന ഈ വിഷാംശങ്ങൾ തന്നെയാണ് നമ്മുടെ രോഗികളാക്കുന്നത് എന്നുള്ളതിൽ യാതൊരു സംശയവും. കൊടുങ്ങല്ലൂർ നഗരസഭാ ചെയർപേഴ്സൺ ഹണി പീതാംബരൻ അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർപേഴ്സൺ സുനിത നിസാഫ്, മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുഭാഷിണി രാജീവ്, വെള്ളാങ്ങല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വത്സല ബാബു, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ സാജൻ കൊടിയൻ, കാവ്യ രഞ്ജിത്ത്, ഹോമിയോപ്പതി വകുപ്പ് കൺവീനർ ഡോക്ടർ S ശ്രീജ, ഭാരതീയ ചികിത്സാ വകുപ്പ് കൊടുങ്ങല്ലൂർ മണ്ഡലം കൺവീനർ ഡോക്ടർ മഞ്ജുഷ മേനോൻ എന്നിവർ സംസാരിച്ചു. രോഗരഹിതവും ആരോഗ്യബോധവുമുള്ളതായ ഒരു നവകേരളം സൃഷ്ടിക്കുക, ആരോഗ്യകരമായ ജീവിതശൈലി പ്രോത്സാഹിപ്പിക്കുക, ജീവിതശൈലി രോഗങ്ങൾക്കെതിരെ ബോധവൽക്കരണം നടത്തുക എന്നീ ലക്ഷ്യങ്ങൾ വച്ചുള്ള പരിപാടിയിൽ പൊതുജനങ്ങളും വിദ്യാർത്ഥികളും ആരോഗ്യ പ്രവർത്തകരും പങ്കെടുത്തു. ആരോഗ്യമേഖലയെ വെന്റിലേറ്ററിലാക്കിയ വീണ ജോർജ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് വെള്ളാങ്ങല്ലൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോണത്തുകുന്ന് സെന്ററിൽ പ്രതിഷേധ പ്രകടനം നടത്തി. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് മഹേഷ് ആലിങ്ങൽ അധ്യക്ഷത വഹിച്ചു. പ്രതിഷേധ യോഗം മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് മുസമ്മിൽ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി പ്രശോഭ് അശോകൻ, കബീർ കാരുമാത്ര, യൂത്ത് കോൺഗ്രസ് നേതാക്കളായ റിയാസ്, ഫസീഹ്, അഫ്സൽ, താഹ, സുഹൈൽ, നിഷാദ്, ഹാരിസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. തൃശൂർ ജില്ലാ തഴപ്പായ നെയ്ത്ത് തൊഴിലാളി യൂണിയൻ AITUC ജില്ലാ സമ്മേളനം കൊടുങ്ങല്ലൂരിൽ നടന്നു. AITUC സംസ്ഥാന ജനറൽ സെക്രട്ടറി KP രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഒരു തൊഴിൽ മേഖല എന്ന നിലയിൽ തഴപ്പായ നെയ്ത്തിന് വളരെ പ്രാധാന്യം ഉണ്ട്. നേതാക്കന്മാർ നടത്തിയ അവരുടെ ഒരു ദീർഘവീക്ഷണവും നമ്മുടെ ചേച്ചി അങ്ങനെ കുറേ പേര് പഴയ ആദ്യകാലത്ത് സഹാക്കൾ അവരുടെയൊക്കെ ഒരു ദീർഘവീക്ഷണവും ഒരു അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ ഒരു പ്രസ്ഥാനത്തെ നമുക്ക് രൂപീകരിച്ച് മുന്നോട്ട് കൊണ്ടുവരാൻ കഴിഞ്ഞു. നമ്മുടെ KS കൂടി നമ്മുടെ സംഘത്തിൻ്റെ ജില്ലാ സെക്രട്ടറി, ജില്ലാ പഞ്ചായത്തിലെ നമ്മുടെ അംഗം കൂടിയായ ശ്രദ്ധയും കൂടെ എത്തി. ഇത്തരം നല്ല സംഘടന കൊടുങ്ങല്ലൂർ മേഖലയിൽ താലൂക്കിൽ ഈ തീരപ്രദേശവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് കഴിയുന്നത് അത് വലിയ കാര്യമാണ്. അത് കൃത്യമായി പ്രവർത്തിക്കുന്ന ഒരു നല്ല ചിട്ടയുള്ള സംഘടനാ കാര്യങ്ങൾ നല്ലവണ്ണം ശ്രദ്ധിക്കുന്ന തൊഴിലാളി വിഷയങ്ങളിൽ നല്ലവണ്ണം താല്പര്യം എടുക്കുന്നൊരു യൂണിയൻ കൂടിയാണ്. അതാണ് എൻ്റെ മെമ്പർഷിപ്പ് 10,000-ഓളം
തൊഴിലാളികൾ AITUCയുടെ കൊടിക്കീഴിൽ E.T. ടൈസൺ MLA അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി KG ശിവാനന്ദൻ, CP എലിസബത്ത്, TK സുധീഷ്, KS ജയ, CCV പിൻചന്ദ്രൻ, VR സുനിൽകുമാർ MLA, TP രഘുനാഥ്, PP സുഭാഷ്, ഹണി പീതാംബരൻ എന്നിവർ പ്രസംഗിച്ചു. പരമ്പരാഗത വ്യവസായവും കുടിൽ വ്യവസായവും സംരക്ഷിക്കാൻ സംസ്ഥാന സർക്കാർ പ്രത്യേക പാക്കേജ് പ്രഖ്യാപിക്കണമെന്ന് സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പൊള്ളുന്ന ചൂടിന് ആശ്വാസമായി ഇന്നലെ രാത്രിയിൽ ഇടിയോടുകൂടിയുള്ള വേനൽ മഴയെത്തി. മഴയിൽ നാശനഷ്ടങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. സുമേധ ക്യൂസ് ഫെസ്റ്റിവലിന്റെ പഞ്ചായത്ത് തല മത്സരങ്ങൾ നടന്നു. കയ്പമംഗലം നിയോജക മണ്ഡലത്തിലെ 100ഓളം വരുന്ന വിദ്യാലയങ്ങളിൽ നിന്നും വിജയിച്ച വിദ്യാർത്ഥികൾ പങ്കെടുത്തു. ആരോഗ്യമേഖലയെ വെന്റിലേറ്ററിലാക്കിയ വീണ ജോർജ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ്. വെള്ളാങ്ങല്ലൂർ യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ കോണത്തുകുന്ന് സെന്ററിൽ പ്രതിഷേധ പ്രകടനം നടത്തി. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.